ബഡ്ജറ്റിൽ മനസ്സിനിണങ്ങിയ ഒരു സ്വപ്ന ഭവനം. അത്തരത്തിൽ ട്രഡീഷണലായി പണി കഴിപ്പിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന സ്ഥലത്ത് IT ഉദ്യോഗസ്ഥയായ ഗോപികയുടെ നാരായണീയം എന്ന വീട്. സെന്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റിൽ പക്ക ട്രഡീഷണൽ മോഡലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ഈ വീട്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ്, ഗ്രേ ആൻഡ് ജാളി ബ്രിക്സിൻ്റെ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് സേജ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എലഗൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളും എലഗൻറ്റുമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നാച്ചുറൽ ഗ്രാസ് ആൻഡ് ഒരു അരളിയും കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ ഡിഫറെൻ്റ് ആക്കാനായിട്ട് കുറച്ച് പെബിൾ കോട്ടും കൂടെ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷനിലെ ട്രഡീഷണൽ ലുക്ക് നിലനിർത്താനായിട്ട് ഫുൾ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഫ്രണ്ട് പോർഷൻ മാത്രം MS ഫ്രെയിമിൽ ഓടിട്ടിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭംഗി എലിവേറ്റ് ചെയ്യാനായിട്ട് ലാറ്ററൈറ്റ് സ്റ്റോൺസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ വുഡ് പോലെ തോന്നുമെങ്കിലും ഇത് GIയിൽ ടെക്സ്ചർ പെയിൻറ് ചെയ്തേക്കുവാണ്. അങ്ങനെയാണ് ഇതിൻ്റെ എലിവേഷനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഏരിയ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷനിലെ ട്രഡീഷണൽ ലുക്ക് നിലനിർത്താനായിട്ട് 2 പില്ലറിലും ലാറ്ററൈറ്റ് സ്റ്റോൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്ലാവിലാണ് ഇവിടുത്തെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ലോങ് ഹാൻഡിൽസ് ആണ് ഡോർസിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3+2ൻ്റെ ഒരു ഫുൾ അപ്പോൾസ്ട്രി ആയിട്ടുള്ളൊരു സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു സെൻറ്റർ ടേബിളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് 2 നീഷസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫുൾ പ്ലെയിൻ സീലിംഗ് ആണ്. വിത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് 6x2ൻ്റെ ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ സീറ്റിംഗ് സ്പേസിന് നേരെ എതിർവശത്തായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് തികച്ചും മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. പൂജാ യൂണിറ്റിനായി സെപ്പറേറ്റ് ആയിട്ട് ഒരു കൗണ്ടർ ഇവിടെ ചെയ്തിട്ടുണ്ട്. CNC കട്ടിംഗ് ആണ് ആ കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് TVയുടെ നമ്മുടെ റിമോട്ട് ആൻഡ് ബാക്കിയുള്ള ആക്സസറീസ് വെക്കാനായിട്ട് ഒരു ഗ്ലാസ് ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കോർണേഴ്സിലായിട്ട് WPC ലൂവേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എലിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലൂ കളർ ടെക്സ്ചറുള്ള ഒരു വാൾപേപ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡയറക്റ്റ്ലി എത്തുന്നത് ഒരു ഓപ്പൺ പാഷ്യോയിലാണ്.
ഈ പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തടിയാണെന്ന് തോന്നുന്ന വിധത്തിൽ MS-ൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ്, CNC കട്ടിങ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് മുന്നിലോട്ട് നമ്മൾ വരുമ്പോൾ MS-ലെ പാർട്ടീഷനിൽ തന്നെ ജാലി ബ്രിക്സ് കൊണ്ടിട്ട് ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്ലയൻറ്റ് ഡാൻസർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പർപ്പസ് ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലോങ് മിററാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് പ്രൊഫൈൽ ലൈറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 കോർണേഴ്സിലായിട്ടും WPC ലൂവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പോർഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഇവിടുത്തെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ കളറാണ് ടൈലിന് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സീലിങ്ങിൻ്റെ കാര്യം വരുവാണെങ്കിൽ പെർഫറേറ്റഡ് സീലിംഗ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിത്ത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിലും ഒരു MS-ൻ്റെ ഫ്രെയിം കം പോളികാർബണേറ്റ് ഷീറ്റ്സിൻ്റെ പല ഷെയ്ഡ്സ് വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ സീലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് കളർ വോൾ പെയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലൂ കളർ വാൾപേപ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവനിങ് ടൈമൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കൂടെയാണിത്. ഡൈനിങ്ങിലോട്ടുള്ള ഒരു സെപ്പറേഷൻ ഏരിയയിൽ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് പരമാവധി ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഈ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്വിംഗ് ചെയർ കൊടുത്തിട്ടാണ് ഈ സ്പേസിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ബുദ്ധൻ്റെ ഒരു ആർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ സ്പേസിൽ ഒരു ട്രഡീഷണൽ എലമെൻറ്റ് കൊണ്ടുവരാനായിട്ട് 2 വുഡൻ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ടീക്കിൻ്റെ റീപ്പർ പീസസ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കം ഒരു സീറ്റിംഗ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫ്ലോർ ലെവലിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് ഈ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ടൈൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ജാളി വർക്ക് കം MS ഫ്രെയിംസ് ആണ് നമ്മൾ സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മാക്സിമം സൺലൈറ്റ് നമുക്ക് പകൽ സമയത്ത് ഇവിടെ കിട്ടുന്ന രീതിയിലാണ് ഈ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൻ്റെ ഓണറായ ഗോപികയുടെ കസിൻ സിസ്റ്ററാണ് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ആർട്ട് വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ട്രാക്ക് ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ ഡൈനിങ് ഏരിയ ആണിത്. 6 സീറ്റ് ഡൈനിങ് ടേബിൾ ആൻഡ് ചെയേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡ് കം ഇറ്റാലിയൻ മാർബിൾ ടോപ്പാണ് ഇവിടുത്തെ ഫിനിഷ് വരുന്നത്. ഈ വീട്ടിൻ്റെ വാഷ് കൗണ്ടറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സേജ് ഗ്രീനിൽ പ്രൊഫൈൽ ഹാൻഡിൽ വരുന്ന മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി എല്ലാ വീട്ടിലും സൈഡിലെല്ലാം വോൾട്ടൈലായിരിക്കും, ക്ലാഡിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് WPC ലൂവേഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പിൽ വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ സെപ്പറേഷനായിട്ട് മൾട്ടിവുഡിൽ തന്നെ ഒരു CNC കട്ട് കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സൈഡിൽ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ തന്നെയാണ് ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ പൊസിഷനും ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ഫ്രണ്ട് വ്യൂവിൽ ആ എലിവേഷനെ ബാധിക്കാതിരിക്കാൻ ഇവിടെ ഒരു ക്യൂരിയോ ഷെൽഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വൈറ്റ് കളർ ലാമിനേറ്റിലാണ് ഇവിടുത്തെ ക്യൂരിയോ ഷെൽഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത്. ഡിസൈനറും ഫ്യൂച്ചർ ബിൽഡ്സിൻ്റെ ഓണറുമായ മിസ്റ്റർ ദിലീപാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ വീട്ടിൻ്റെ കൂടുതൽ വിശേഷം അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഒരു ട്രഡീഷണൽ ലുക്ക് വേണമെന്ന് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു. അത് എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യാസമാവണമെന്നൊരു എല്ലാ വീടിനേക്കാളും ചെറിയൊരു വ്യത്യാസം വേണമെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് നോർമലായി ഗ്ലാഡിങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വെട്ടുകല്ലിൻ്റെ
ഗ്ലാഡിങ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഡ്രസ് വർക്ക് ചെയ്ത് ഓട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു നേരത്തെയുള്ള പഴയ വീടിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി GI പൈപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരു ഫ്രണ്ടിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എലിവേഷന് വേണ്ടി. അങ്ങനെ പിന്നെ അകത്ത് വീടിൻ്റെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡും അത് പിന്നെ ആ തേക്കിൽ ഫില്ലറുകൾ നിർത്തിയിട്ടുണ്ട്. അത് തേക്ക് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അത് പഴയ ഒരു 4 കെട്ടിൻ്റെ ഒരു ഇത് കിട്ടുവാൻ വേണ്ടി ചെയ്തതാണ്. വെറ്റ്ലാൻഡ് ആണല്ലോ ഈ പ്രദേശം. അപ്പോൾ ഇവിടുത്തെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വന്നത്? വെൽ ഫൗണ്ടേഷനാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 9 അടിയോളം താഴ്ച ചെയ്ത് ഫില്ലർ നിർത്തിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ് നമ്മൾ ബേസ്മെൻറ്റിലേക്ക് അധികം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങി നിൽക്കണമെന്നുള്ള രീതിയിൽ കഴിവതും കോസ്റ്റ് കുറച്ചാണ് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. മാക്സിമം സൺലൈറ്റ് ഉള്ളിലോട്ട് വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഫ്രഞ്ച് വിൻഡോ, എല്ലാ വിൻഡോസും ഹൈറ്റ് കൂട്ടി ആണ് ചെയ്തേക്കുന്നത്. സാധാരണ രീതിയിൽ നിന്നുള്ള വ്യത്യസ്തമായ രീതിയിൽ ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഓപ്പൺ സ്കൈ ആയിട്ട് സെൻട്രൽ ഭാഗത്ത് ജാളി കൊടുത്ത് വെട്ടം അകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് 4 ഭാഗത്തു നിന്നുള്ളൊരു വായു അകത്തേക്ക് വരുന്ന രീതിയിലും ഒരു ഏകദേശം വായു നമുക്ക് തുറന്ന് പോകുന്ന രീതിയിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിയാണ് ചെയ്തേക്കുന്നത്. അത് വീടിന് ഹാളിൽ കൂടെ ചേർന്ന് തന്നെ നമ്മൾ ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടു. ക്ലയൻ്റ് ഒരു നർത്തകി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ച് ഒരു സോപാനം പോലെ അതിനകത്ത് ചെയ്ത് അതിനകത്തുനിന്ന് വെട്ടം ഓപ്പണാണ്, അത് വെട്ടം ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ചെയ്തിട്ടുണ്ട്. അതെല്ലാം GI പൈപ്പ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് ഞാൻ കണ്ടു. അതിനെപ്പറ്റി 2 വാക്ക് പറയാമോ? എൻ്റെ സുഹൃത്ത് പുള്ളിക്കാരൻ പേര് അനീഷ് എന്നാണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഏകദേശം 70 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതുവഴി ഒരുപാട് കോണ്ടാക്ട്സുകളും ഒരുപാട് പേര് എൻക്വയറീസ് എല്ലാം വന്നിട്ടുണ്ട്. പുള്ളിക്കാരന് ഇൻസ്റ്റാഗ്രാം ചെയ്ത വഴിയാണ് ഇതങ്ങനെ എല്ലാവരും എത്തിയത്. സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെയായിരുന്നു? അനീഷ് കാവിൽ എന്നാണ് പേര്. എൻ്റെ സുഹൃത്താണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വഴി അധികമായ ആൾക്കാർ കാണുകയും അങ്ങനെ ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവെച്ചതിന് വളരെ നന്ദി. ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ തമ്മിൽ സെപ്പറേഷനായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെറൈൻ പ്ലൈവുഡിൽ തന്നെ ഒരു ക്യൂരിയോ ഷെൽഫ് കൊടുത്തിട്ടാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. 1 വാട്ട്സിൻ്റെ സ്പോട്ട് ലൈറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. സേജ് ഗ്രീൻ ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫുഡ് ഏരിയ. കട്ട്ലറി ബാസ്ക്കറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സേജ് ഗ്രീനിൽ തന്നെ പ്രൊഫൈൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഒരു ബോക്സ് ഫീൽ വരാതിരിക്കാൻ തന്നെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റ് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ലോഫ്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് കിട്ടാനായിട്ട് 2 താലി ബാസ്ക്കറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ കിച്ചൻ്റെ ഗ്രാനൈറ്റ് ടോപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഡാഡോ ടൈൽ ഒരു ഗ്രേ ടോൺ വരുന്നൊരു ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ഫിനിഷിനുള്ള ഗ്രേ കളർ ഫ്ലോറിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
വീടിൻ്റെ ഓണർ ഗോപികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹൈ ഗോപിക. വീട് വെക്കണം എന്ന ആശയം മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ആദ്യം ആർക്കിടെക്റ്റിനോട് ചോദിച്ചത് എന്തായിരുന്നു? ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം എല്ലാം പക്ഷേ എൻ്റെ ബഡ്ജറ്റിൽ വരണം എന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിലീപേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് അവിടെ അമ്പലമാണ്, പണിമുള്ള ദേവീക്ഷേത്രം, അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്തൊരു വീട് വേണം എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതാണ് കിഴക്ക് വരുന്നത്, അപ്പോൾ ഇങ്ങോട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ ഫേസ് ചെയ്ത് തന്നു. പകരം അവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് രാവിലെ എണീറ്റൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അമ്പലം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കോർട്ട്യാർഡ് ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ പറഞ്ഞത് ട്രഡീഷണൽ ആയിരിക്കണം. ഇവിടെ ഉള്ള നോർമലി കാണുന്ന കണ്ടംപററി മോഡലിൽ നിന്ന് എനിക്ക് ട്രഡീഷണൽ വീട് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നല്ല വെൻറ്റിലേഷൻ വേണം. പിന്നെ കയറി വരുന്ന ഒരാൾക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യരുത്. അവർക്ക് ഒരു എന്താ പറയണ്ടത്, നമ്മളിപ്പോൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യരുത്, ഒരു കൺജഷൻ ഫീൽ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കയറി വരുന്ന സമയത്ത് റൂമുകളുടെ, ഇപ്പം ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരാൾ പുറത്തുനിന്ന് കയറി വന്ന അകത്തിരിക്കുന്ന റൂമുകളിലിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്തൊരാൾക്കൊരു പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ടാവരുതെന്ന് ദിലീപനോട് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചേട്ടനെ ഞാൻ എല്ലാം പറയുമ്പോഴും പറയും അത് നിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ചുകൂടെ പോവും അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേട്ടനാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഇപ്പം നമ്മൾ വെളിയിൽ എവിടെ പോയിരുന്നെങ്കിലും നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇത്രയും എൻ്റെ ഒരു ബ്രദറിനെ പോലെ നിന്ന് ആണ് ഇവിടെ ഈ വീട് വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈവൻ ഇവിടെ ഒരു ഫ്ലവർ ഇത് വെച്ചിരിക്കുന്ന പോലും ചേട്ടനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓപ്പൺ കോൺസെപ്റ്റിലാണല്ലോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ താമസിച്ച് തുടങ്ങിയ ശേഷം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എന്തൊക്കെയാണ് ഫീൽ ചെയ്തത്? അഡ്വാൻറ്റേജ് എന്ന് പറയാൻ, നമുക്കിവിടെ രാവിലെ ഇരിക്കുന്ന സമയത്ത് ഫാനിൻ്റെ ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നല്ല ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ആർക്കും ഒരു സഫോക്കേഷൻ അങ്ങനെ രാത്രിയായാലും നമ്മൾ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം അതാണല്ലോ. എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഓപ്പൺ കൺസെപ്റ്റ് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നുന്നത്. ഈ ബുദ്ധൻ്റെ ഡ്രോയിങ് ഒരുപാട് ആഗ്രഹിപ്പിച്ച് ചെയ്യിപ്പിച്ചാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? ആക്ച്വലി ഇത് ചെയ്തത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. നമ്മൾ ആദ്യം ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് ഒരു സിമെൻറ്റിൽ ഒരു ബുദ്ധൻ്റെ ഒരു കാര്യമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒരുപാട് കൂടുതലാകുമെന്ന് കണ്ട സമയത്ത് എൻ്റെ അനിയത്തീനെ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു പടം വരയ്ക്കാം, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടാണ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ അവളങ്ങ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് വളരെ നന്നായി ചെയ്ത് വന്നപ്പം അവൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നന്നായിട്ട് വന്നു. ടോട്ടൽ ഈ വീടിൻ്റെ ബഡ്ജറ്റ് എത്രയായി എന്നൊന്ന് പറയാമോ? ടോട്ടൽ ബഡ്ജറ്റ് 35 അടുപ്പിച്ചായി. പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലാണ്ട് നമ്മൾ ഈ വെറ്റ്ലാൻഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ ബഡ്ജറ്റ് 35 ആണ്. ആരും ആഗ്രഹിക്കുന്ന ഒരു വീട് തന്നെയാണിത്. ഇത്രയും നേരം നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. താങ്ക് യു. ഈ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂമാണിത്. ഒരു കിങ് സൈസ് കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഡോർസ് ഉള്ള വാർഡ്രോബ് കം ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ തീമിലാണ് ഇവിടുത്തെ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വൈറ്റ് കളർ തീമിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ലൈറ്റ് ആൻഡ് എയർ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സിൻ്റെ കേസ് പറയുമ്പോൾ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ സ്ലൈഡിംഗ് വാർഡ്രോബ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ് ഇവിടുത്തെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ഇടയിൽ ഒരു ചെറിയ സ്പേസിലാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി സ്പോട്ട് ലൈറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാരായണീയം എന്ന ഈ വീടിൻ്റെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം.